വാർത്താ ബുള്ളറ്റിൻ തുടരുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം 4-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പോരിന് ഒട്ടും ശമനമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ നിർണായകമായ നീക്കം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാക്കിയത് ഹോർമുസ് കടലിടുക്ക്. നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ധനത്തിന്റെ പ്രധാനപ്പെട്ട നീക്കം നടത്തുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ഈ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കപ്പലുകൾ അടുക്കാൻ ശ്രമിച്ചാൽ കത്തിക്കുമെന്നാണ് ഇറാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്ന് ഉള്ള സൂചനകളുണ്ട്. ഒപ്പം ഇരുപക്ഷവും അമേരിക്കയും ഇറാനും പരസ്പരം ആക്രമണം തുടരും എന്ന മുന്നറിയിപ്പുണ്ട്, വെല്ലുവിളിയുണ്ട്. അമേരിക്ക പറയുന്നത് യഥാർത്ഥ ആക്രമണം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, ഇറാൻ യഥാർത്ഥ ആക്രമണത്തിന്റെ രുചി അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ കൂടുതൽ മിസൈലുകളടക്കം പശ്ചിമേഷ്യയിലേക്ക് അയച്ചുകൊണ്ട് അമേരിക്ക അതിനുള്ള കോപ്പ് കൂട്ടുന്നുണ്ട് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ 11ഓളം പടക്കപ്പലുകൾ ഇല്ലാതാക്കിയെന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ച പശ്ചാത്തലമൊരുങ്ങുന്നത്. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ എണ്ണവില കുതിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. മറ്റൊരു വിവരം പുറത്തു വരുന്നത് സൗദി അറേബ്യയിലെ US എംബസിക്ക് നേരെ അടക്കം ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അത് നിർണായകമാണ്. സൗദി പ്രതിരോധ വകുപ്പ് റിയാദിലാണ് ഈ US എംബസി ഉള്ളത്. ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് US പ്രതിരോധ വകുപ്പ് എന്നുള്ളതാണ്. ദുബായിൽ ഓസ്ട്രേലിയൻ സേനയുടെ എയർബേസിൽ ഡ്രോൺ പതിച്ചു എന്നുള്ള വിവരം കൂടിയുണ്ട്. പക്ഷേ ആർക്കും ഇതുമായി ബന്ധപ്പെട്ട പരിക്കുകളില്ല. 178 മിസൈലുകളും 384 ഡ്രോണുകളും തകർത്തു ഇറാന്റെ എന്നാണ് ഇപ്പോൾ കുവൈറ്റ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. കുവൈറ്റ് സൈന്യത്തിലെ 27ഓളം ആളുകൾക്ക് പരിക്കേറ്റു എന്ന വിവരം കൂടിയുണ്ട്. ഇവിടെ നമുക്കറിയാം, ദുബായിലെ ഓസ്ട്രേലിയൻ സേനയുടെ എയർബേസിലും ഇതിനടക്കം ഡ്രോൺ പതിച്ച പശ്ചാത്തലം കൂടി ഇന്നലെ രാത്രി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ആർക്കും പരിക്കില്ല എന്ന വിവരം കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ആരാംകോയുടെ ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദന കമ്പനിയായ സൗദിയിലെ ആരാംകോയുടെ എണ്ണ റിഫൈനറിയിൽ കഴിഞ്ഞ ദിവസം ഡ്രോൺ പതിച്ചു എന്ന വിവരം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ ഇറാൻ നിഷേധിച്ചിട്ടുണ്ട്. ആരാംകോയിലെ എണ്ണ റിഫൈനറിക്ക് നേരെ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. ഇതടക്കം നിരവധി കാര്യങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. പാർവതി സത്യദേവൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. പാർവതി, ആക്രമണം 4-ാം ദിവസമാണ്. സമാധാന ശ്രമങ്ങൾ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സമാധാനം വേണമെന്ന് ആഹ്വാനം ചെയ്തിട്ടും അതിനുള്ള നടപടികളില്ല. വീണ്ടും US പ്രസിഡന്റ് ആഹ്വാനം ചെയ്യുകയാണ്, സമാധാനത്തിലേക്ക് പോവില്ല എന്നുള്ള കാര്യം. ഉറപ്പായും US പ്രസിഡന്റ് പറയുന്നത് കനത്ത ആക്രമണം അത് നടക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ്. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്? അതാണ് രഞ്ജിത്ത്, സംഘർഷം 4-ാം ദിവസത്തിലേക്ക് കടന്നതോടെ ആശങ്കയും കൂടുകയാണ്. ഇറാന്റെ പ്രത്യാക്രമണവും പശ്ചിമേഷ്യയെ സംഘർഷഭരിതമാക്കിയിട്ടുണ്ട്. ഓരോ മണിക്കൂറിലും ആക്രമണം രൂക്ഷമാകുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിൽ ഇതുവരെ 600 പേർ സംഘർഷമുണ്ടായ ശേഷം കൊല്ലപ്പെട്ടതായാണ് അൽ ജസീറയുടെ റിപ്പോർട്ട്. CNN റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം 700 പേരും കൊല്ലപ്പെട്ടു. ഇതിൽ 176 പേർ കുട്ടികളാണെന്നുള്ളതും ഈ ഒരു സംഘർഷത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. 900 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടാകാം. മനുഷ്യാവകാശ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അമേരിക്കയിലെ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ കണക്ക് പ്രകാരമുള്ളതാണ് ഈ 900 പേരുടെ പരിക്കും 700 പേർ കൊല്ലപ്പെട്ടു എന്നതടക്കമുള്ള വിവരങ്ങൾ. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ വിവിധ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും മരണം 10 കവിഞ്ഞു. 6 US സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ. 3 F-15 വിമാനങ്ങൾ തകർത്തു. F-15 അമേരിക്കയുടെ F-15 വിമാനങ്ങൾ തകർക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയുടെ F-15 വിമാനം വെടിവെച്ചിട്ടത്. ഇതിൽ നമ്മൾ കണ്ടതാണ്, അതിലെ പൈലറ്റ് അടക്കം പാരച്യൂട്ടിൽ രക്ഷപ്പെടുന്നതും അത്തരം കാഴ്ചകൾ കണ്ടതാണ്. ഇതുപോലെ 3 F-15 വിമാനങ്ങൾ തകർത്തതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. റിയാദിലെ US എംബസിയിൽ ഇന്ന് പുലർച്ചെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. സൗദി പ്രതിരോധ വകുപ്പാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ദുബായിൽ ഓസ്ട്രേലിയൻ സേനയുടെ എയർബേസിലും ഡ്രോൺ പതിച്ചതായും വിവരമുണ്ട്. എന്നാൽ ഇതിൽ ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല. വിവിധ പാശ്ചാത്യ സൈനിക കേന്ദ്രങ്ങൾ UAE എയർബേസ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ 100ഓളം ഓസ്ട്രേലിയൻ പൗരന്മാരുമുണ്ട്. ഇതുവരെ കുവൈറ്റ് 178 മിസൈലുകളും 384 ഡ്രോണുകളും തകർത്തു. കുവൈറ്റ് സൈന്യത്തിലെ 27 പേർക്കാണ് ഈ ആക്രമണത്തിൽ പരിക്കുപറ്റിയത്. കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണമാണ് ഇത്. 178 മിസൈലുകളും 384 ഡ്രോണുകളുമാണ് കുവൈറ്റ് തകർത്തതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയത്. ബെയ്റൂട്ടിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണ്. ടെഹ്റാനിലും ബെയ്റൂട്ടിലും ഇസ്രായേൽ സൈന്യം ആക്രമണം തുടരുന്ന കാഴ്ച നമുക്ക് കാണാം. ബെയ്റൂട്ടിൽ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങളിലേറെയും നടക്കുന്നത്.
ഒപ്പം തന്നെ ഹോർമുസ് കടലിടുക്കും ഇറാൻ അടച്ചിട്ടുണ്ട്. കപ്പലുകൾ കടക്കാൻ ശ്രമിച്ചാൽ ഈ കടലിടുക്ക് വഴി കപ്പലുകൾ കടക്കാൻ ശ്രമിച്ചാൽ കത്തിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്കിൽ ഇതോടെ ജലപാത നിശ്ചലമായിട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തെ ഇത് ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം നിരവധി ആശങ്കകളാണ് ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ ഉണ്ടാകുന്നത്. എണ്ണവില കുതിച്ചുയരും, വിതരണ ശൃംഖലകൾ താളം തെറ്റും, രാജ്യാന്തര വ്യാപാരം നിലയ്ക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് രാജ്യങ്ങളെ, ഇന്ത്യ അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങളെ ഈ ഒരു തീരുമാനം ബാധിക്കും. ഇറാന്റെ 11 പടക്കപ്പലുകൾ ഇല്ലാതാക്കിയെന്നാണ് US സെൻട്രൽ കമാൻഡിന്റെ അറിയിപ്പ്. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ എണ്ണവില ഇനിയും കുതിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ ആരാംകോ റിഫൈനറി തകർത്തില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യോമ പ്രതിരോധത്തിനിടെ മിസൈലിന്റെ അവശിഷ്ടം പതിച്ചാണ് ആരാംകോയിൽ റിഫൈനറിയിൽ തീപിടുത്തമുണ്ടായതെന്നാണ് ഇറാന്റെ വിശദീകരണം. അതേസമയം ഇറാനിലെയും ലെബനനിലെയും മരണസംഖ്യ 700ഓളം ആയിട്ടുണ്ട്. ഇറാനിയൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിന് നേരെയും ആക്രമണമുണ്ടായി. നമ്മൾ ഇതുവരെ കണ്ടതല്ല, ഇനിയാണ് വലിയ യുദ്ധമെന്ന് കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇതും വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുന്നു. യുദ്ധം അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ സംഘർഷം ഉടനൊന്നും തീരില്ല എന്ന മുന്നറിയിപ്പ് കൂടിയാണിതെന്ന് വേണം മനസ്സിലാക്കാനായി. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് 4 ആഴ്ചയോളം ഒരുപക്ഷെ ഈ യുദ്ധം നീണ്ടേക്കാമെന്നാണ്. കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധസന്നാഹങ്ങളും പശ്ചിമേഷ്യൻ ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇറാനെതിരെ കനത്ത അടിവരാൻ പോകുന്നുവെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ഇറാനെ തടയാൻ ഏറ്റവും മികച്ച അവസരമാണിതെന്നും അതാണ് ആക്രമണം, ഈ ഒരു ഘട്ടത്തിൽ ആക്രമണം തുടങ്ങാൻ കാരണമെന്നുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതിനിടെ ദുബായ്ക്ക് സമീപമുള്ള ഓസ്ട്രേലിയൻ വ്യോമതാവളത്തിന് നേരെയും ആക്രമണം നടന്നു. പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് അമേരിക്ക കൂടുതൽ പോർവിമാനങ്ങൾ അയക്കുന്നുണ്ട്. ഇറാനെതിരെ സൈനിക നടപടി 4 ആഴ്ചയോളം നീണ്ടു നിൽക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ നീക്കമെന്ന് വേണം മനസ്സിലാക്കാൻ. ടെഹ്റാന്റെ മിസൈൽ ആണവശേഷികൾ നശിപ്പിക്കാൻ വാഷിംഗ്ടൺ സാധ്യമായതെല്ലാം ചെയ്യുമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. ഗൾഫിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഇത് ആഗോള എണ്ണ വാതക വിലകൾ കുത്തനെ ഉയരാനും കാരണമായിട്ടുണ്ട്. ഖത്തറിന്റെ സർക്കാർ ഉടമസ്ഥതയിലുള്ള പെട്രോളിയം കമ്പനിയുടെ 2 പ്ലാന്റുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. ദ്രവീകൃത പ്രകൃതിവാതക ഉൽപാദനവും ഇതോടെ നിർത്തിവെച്ച സാഹചര്യമുണ്ട്. ജനങ്ങളെ ഇത് വിലക്കയറ്റത്തിനും മറ്റ് സാഹചര്യങ്ങൾക്കും ഇടയാക്കും. ഒപ്പം തന്നെ ഇസ്രായേൽ സൈന്യം പടിഞ്ഞാറൻ ജെറൂസലേം, ടെലവീവ്, ഐലാത്ത് എന്നിവിടങ്ങളിലും മിസൈൽ ആക്രമണം നടത്തുന്നുണ്ട്. ഇസ്രായേലിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഇറാൻ ആക്രമണം തുടരുകയാണെന്നാണ് റിപ്പോർട്ടുള്ളത്. ശനിയാഴ്ച മുതൽ ഇസ്രായേലിൽ കുറഞ്ഞത് 10 പേർ കൊല്ലപ്പെട്ടു. ഇറാഖിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാനിയൻ കുർദിഷ് നേതാക്കളുമായി അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചുവെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. ഇറാൻ ഇറാഖ് അതിർത്തിയിൽ ഇവർ ആയിരക്കണക്കിന് സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. അവരുടെ സഹായം കൂടി ഈ ഒരു ഘട്ടത്തിൽ തേടുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ട്രംപ് ഈ കുർദിഷ് നേതാക്കളുമായി സംസാരിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. സൗദി അറേബ്യയിലെ റിയാദിലെ അമേരിക്കൻ എംബസിയിലും ഡ്രോൺ ആക്രമണമുണ്ടായി. തുടർന്ന് ഇവിടങ്ങളിലെ അമേരിക്കക്കാരോട് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറാനായി US നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജിദ്ദ, റിയാദ്, ടെഹ്റാൻ എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കക്കാരോട് മാറാനാണ് US അധികൃതർ നിർദ്ദേശിച്ചത്. മേഖലയിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ എംബസിയിൽ അഭയം തേടരുതെന്നും എംബസിയിൽ തങ്ങുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. റിയാദിലെ അമേരിക്കൻ എംബസിയിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് അമേരിക്കയുടെ ഈ ഒരു നീക്കം. ആക്രമണത്തിൽ ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് സൗദി അറേബ്യയിലെ ഈ ആക്രമണം അത് മറുപടി ഉടൻ എന്ന് ട്രംപ് റിയാദിലെ US എംബസിയിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അതിനുള്ള മറുപടി ഉടൻ എന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാകുന്നത്. അത് ഇറാനിലെ ആക്രമണം US കടുപ്പിക്കുമെന്നുള്ള സൂചനകൾ കൂടി ട്രംപ് നൽകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പശ്ചിമേഷ്യ ആകെ സംഘർഷം വല്ലാതെ വ്യാപിക്കുന്ന ഒരു രീതിയുണ്ട്. US എംബസിക്ക് റിയാദിലെ US എംബസിക്ക് തീപിടിച്ചു എന്നുള്ള സ്ഥിരീകരണം കൂടി സൗദി പ്രതിരോധ മന്ത്രാലയ വക്താവ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ച സാഹചര്യമുണ്ട്. പിന്നാലെ റിയാദിലെ നയതന്ത്ര മേഖലയിൽ
2 സ്ഫോടനങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 4 ഡ്രോണുകളെ സൗദി വ്യോമ പ്രതിരോധ സേന വെടിവെച്ചിട്ടു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. റിയാദിലെ എംബസി ആക്രമണത്തിന് ഉടൻ മറുപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അത് തന്നെയാണ്. സൗദിയിലെ ഇന്നലെ നമ്മൾ കണ്ടതാണ് അരാംകോ